സോഷ്യൽ സയൻസിലെ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഹിമാലയൻ പർവ്വതനിരയെ കുറിച്ചും ആരവല്ലി പർവ്വതനിരയെ കുറിച്ചൊക്കെ വീണ്ടും സോഷ്യോളജിയെ കുറിച്ചാണ്. നമുക്ക് സോഷ്യോളജി നേരിട്ട് പറയുന്നില്ലെങ്കിലും നടന്ന NCA പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് എൻട്രഡി ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നിങ്ങൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് LPSC UPSC സിലബസ് ബേസ് ചെയ്തുകൊണ്ട് SCERT ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി അനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻട്രഡി ടീച്ചിങ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും മിസ്സാക്കണ്ട, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സയൻസിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്, മാത്തമെറ്റിക്സിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത് 3 സബ്ജക്റ്റും വെവ്വേറെ വീഡിയോസുകളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് സോഷ്യൽ സയൻസിൽ നമുക്ക് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എൻട്രഡി വിജയപഥ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും. LPSC UPSC തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു കോഴ്സാണ് എൻട്രിയുടെ LPUP വിജയപഥ് എന്ന് പറയുന്നത്. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. അപ്പൊ നമ്മൾ ആദ്യം കടക്കാൻ പോകുന്നത്, നമ്മൾ ഫസ്റ്റ് സോഷ്യൽ സയൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. SCERT ബേസ്ഡ് സ്റ്റഡി പ്ലാൻ സോഷ്യൽ സയൻസ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ജോഗ്രഫിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടത് അടിസ്ഥാനമാക്കിയാണ് വീണ്ടും നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ്സ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളെ അറിയിക്കുക. അതനുസരിച്ചാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ജോഗ്രഫി നമുക്ക് പഠിക്കാനുണ്ട് എന്നറിയാം. അതിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചും മണ്ണിനും കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനും കഴിയും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ്സിൽ നൽകിയിട്ടുള്ള ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു PDFന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പൊ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫോണിലൊക്കെ സൂക്ഷിച്ച് വെച്ച് പിന്നീട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് പഠിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യ 5ാം ക്ലാസ്സിന് 11ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ്. സ്വാഭാവികമായിട്ടും 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വളരെ കുറച്ച് ഫാക്ട് മാത്രമാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ത്യയിലൂടെ എന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ഹിമാലയൻ പർവ്വതനിരയെ കുറിച്ചും ആരവല്ലി പർവ്വതനിരയെ കുറിച്ചൊക്കെ വീണ്ടും ഒരു ബേസിക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിന്റെ 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ. അടുത്തത് 8ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ്. ഇത് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റർ അല്ല. പക്ഷെ ഇതെന്താകുന്നു, നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ. അന്തരീക്ഷ ഘടനയെ കുറിച്ച്, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ എന്ന നമ്മുടെ അന്തരീക്ഷ പാളിയെ കുറിച്ചൊക്കെ തന്നെ വിവരിക്കുന്ന ചാപ്റ്ററാണ് ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നു. ജോഗ്രഫിയിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫാക്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ചാപ്റ്ററാണ്. നമുക്ക് നദികളെ കുറിച്ചൊക്കെ തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്. അതിനോട് അനുബന്ധിച്ച് വരുന്ന രണ്ടാമതൊരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, കാരണം ഇതിന്റെ കണക്ടിവിറ്റി ആയിട്ട് വരുന്നു. കാരണം നമ്മുടെ കൃഷിയെ കുറിച്ചൊന്നും നമുക്ക് സിലബസിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും മണ്ണിനത്തെ കുറിച്ച് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്തുള്ള കൃഷി നമ്മുടെ എക്സാമിന് ചോദിക്കാൻ
പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം കൂടി നിങ്ങൾ പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ഇന്ത്യ ലൊക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റ്, ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ബേസിക് ആയിട്ടുള്ള ഫാക്ട് നമ്മൾ പഠിച്ചു, 5ാം ക്ലാസ്സിൽ കണ്ടു. അതിന്റെ മുന്നോടിയായി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ, ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്, അതുപോലെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ വ്യത്യാസം. നമുക്കറിയാം ഹിമാലയൻ പർവ്വതനിര തൊട്ട് ഇങ്ങ് താഴെയുള്ള നമ്മുടെ ദ്വീപ സമൂഹങ്ങൾ വരെ വിവരിക്കുന്ന ചാപ്റ്റർ ആണ്. ഇതിന്റെ എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ചാപ്റ്റർ ആണ് ഇന്ത്യ ലൊക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. 11ാം ക്ലാസ്, അതായത് +1 ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യ ലൊക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ജോഗ്രഫി ആണ് +1 11ാം ക്ലാസിന്റെ 2ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് നമ്മുടെ 10ാം ക്ലാസിന്റെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 11ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയ സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി എന്ന് പറയുന്നത്. ഹിമാലയൻ മൗണ്ടെയിൻ സിസ്റ്റത്തെ കുറിച്ചൊക്കെ തന്നെ വിശാലമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ച് ഇനി ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഇത്രയും പഠിച്ചാൽ മതി. ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കിട്ടും. നമുക്ക് നദീവ്യൂഹത്തെ കുറിച്ച്, ഇന്ത്യയുടെ നദികളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. +1 11ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലൈമറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ക്ലൈമറ്റ് എന്ന് പറയുന്ന 11ാം ക്ലാസ്സിന്റെ +1 ഈ ഒരു ചാപ്റ്റർ, അതായത് 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പൂർണ്ണമായിട്ടും പഠിക്കേണ്ടതായിട്ട് ഇല്ല. നമുക്ക് ഇന്ത്യൻ കാലാവസ്ഥയെ കുറിച്ച്, ഇന്ത്യൻ മൺസൂണിനെ കുറിച്ചുമാണ് സിലബസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ആ കാര്യം മാത്രം നിങ്ങൾ നോക്കി പോയാൽ മതി. പ്ലസ് ജെറ്റ് പ്രവാഹങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കി വെക്കുക. ജെറ്റ് പ്രവാഹങ്ങൾ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നൊക്കെയുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുക. ഒപ്പം തന്നെ ജോഗ്രഫിയിൽ മണ്ണിനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ നമുക്ക് +1 11ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ മണ്ണിനങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതുകൂടി നമ്മൾ പഠിച്ചു പോകുന്നു. അപ്പൊ ഇതോടുകൂടി ജോഗ്രഫി കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് 1 മാർക്കിന്റെ ചോദ്യം ഷുവർ ആയിട്ട് ചോദിക്കുന്നതുമാണ്. വളരെ കുറച്ച് മാത്രം പഠിക്കാനുള്ള ഒരു സംഭവമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ബാക്കി സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ട് കിടപ്പുണ്ട്. ജോഗ്രഫി ആണെങ്കിലും മാർക്ക് കുറവാണെങ്കിലും പഠിക്കാനൊന്നും കുറവില്ല, അത്യാവശ്യം പഠിക്കാനുണ്ട്. ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. എന്തായിരുന്നാലും ബേസിക് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് 5ാം ക്ലാസ്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഫാമിലിയെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട് സിലബസിൽ. അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ജസ്റ്റ് അരമണിക്കൂർ മാത്രമേ വായിക്കാനുള്ളൂ. കാരണം 5ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ആണ്. ഫാക്ട് വളരെ കുറവാണ്. ബേസിക് ഐഡിയ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അതിനുശേഷം നിങ്ങൾ തൊട്ട് പോകേണ്ടത് 10ാം ക്ലാസ്സിന്റെ 11ാമത്തെ ചാപ്റ്ററിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ സമൂഹശാസ്ത്രം എന്തിന്, സോഷ്യോളജിയെ കുറിച്ചാണ്. നമുക്ക് സോഷ്യോളജി നേരിട്ട് പറയുന്നില്ലെങ്കിലും നടന്ന NCA ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ഫാദർ ഓഫ് സോഷ്യോളജി പിതാവ്, ടെക്സ്റ്റ് ബുക്ക്, ഹെർബർട്ട് സ്പെൻസർ, ഇവരെ കുറിച്ചൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിന് എപ്പോഴും കാണുന്നതുമാണ്, പ്രതീക്ഷിക്കാവുന്നതുമാണ്. 1 മാർക്കിന്റെ ചോദ്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സമൂഹശാസ്ത്രം എന്തിന്, 10ാം ക്ലാസ്സിന്റെ 11ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ പോകുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ അറിയാലോ, സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി, മാരേജ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. +1 3ാമത്തെ ചാപ്റ്റർ സോഷ്യോളജിയുടെ +1 3ാമത്തെ ചാപ്റ്റർ ആണ് അണ്ടർസ്റ്റാൻഡിംഗ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൂടി പഠിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ആ ഒരു സിലബസിലെ ആ ഒരു സബ്ജക്ട് തന്നെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലേക്കാണ്. എക്കണോമിക്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബാങ്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് കൂടുതലും സിലബസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കരുതലോടെ ചിലവിടാം 10ാം ക്ലാസ്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ്സിന്റെ
തന്നെ 5ാമത്തെ ചാപ്റ്റർ കരുതലോടെ ചെലവിടാമെന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ ബേസിക് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമുക്ക് ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകം ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നല്ലൊരു ചാപ്റ്റർ ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. 10ാം ക്ലാസ്സിന്റെ 9ാമത്തെ ചാപ്റ്റർ ആണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്നത്. അത്യാവശ്യം ബേസിക് ഫാക്ട് ആണെങ്കിൽ പോലും പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന യൂണിറ്റ് നമുക്കിപ്പോ ഡിഗ്രി ലെവൽ PSC എക്സാം ഒക്കെ നടന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചധികം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു അല്ലെ, മണി ആൻഡ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അതൊക്കെ ചോദിച്ചിട്ടുള്ളത് 12ാം ക്ലാസ്സിലെ +2 3ാമത്തെ ചാപ്റ്റർ ആണ്. +2 എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററും വളരെ പ്രധാനപ്പെട്ടതാകുന്നു. ഇനി നമ്മൾ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമുക്ക് വളരെ കുറച്ച് മാത്രമാണ് പൊളിറ്റിക്കൽ സയൻസും പഠിക്കാനുള്ളൂ. എങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്ന ഈ ചാപ്റ്റേഴ്സ് വിട്ടുകളയാൻ കഴിയാത്തത് കൂടിയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് 6ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്റർ ആണ് ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ. ജനാധിപത്യവും അവകാശങ്ങളും ഒരിക്കലും നമുക്ക് ഡെമോക്രസി കുറിച്ചൊന്നും നേരിട്ടൊന്നും പ്രതിപാദിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കുട്ടികൾ കൊടുക്കുന്നു. പാർലമെന്റ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യവുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് 6ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്റർ ആണ്. 6ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫാക്ട് മാത്രമായിരിക്കും അവിടെ ഉള്ളത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മുടെ സിലബസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്റർ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ്, നമ്മളൊക്കെ അറിയാം നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തെ കുറിച്ചും നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് സിലബസിൽ പറയുന്നത് കൊണ്ട് തന്നെയാണ് 8ാം ക്ലാസ്സിന്റെ 4ാമത്തെ ചാപ്റ്റർ കൂടി നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് തെരഞ്ഞെടുപ്പും ജനാധിപത്യവുമാണ്. നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒന്നും പഠിക്കാനില്ല. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പാർലമെന്ററി സിസ്റ്റം പഠിക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതുമായി കോറിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഒക്കെ തന്നെ. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും 9ാം ക്ലാസ്സിന്റെ 8ാമത്തെ ചാപ്റ്റർ പഠിക്കുക. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും 10ാം ക്ലാസ്സിന്റെ 9ാമത്തെ ചാപ്റ്റർ. അതായത് പൊളിറ്റിക്കൽ സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡെഫിനിഷൻ എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിവരിക്കുന്ന ചാപ്റ്ററാണ് രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്ന് പറയുന്നത്. അടുത്ത റൈറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നിർദ്ദേശക തത്വങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്ന +2ന്റെ 11ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആകുന്നു. എന്താണ്? റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. +2ന്റെ 11ാമത്തെ ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആകുന്നു. ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് നമ്മൾ വീണ്ടും വരുന്നു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സമയം എടുത്ത് പഠിക്കാൻ, ഈ സമയം എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 യൂണിറ്റ് കൂടി ഒന്ന് നോക്കി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. എക്സിക്യൂട്ടീവ് +1ന്റെ 4ാമത്തെ ചാപ്റ്റർ, ലെജിസ്ലേച്ചർ +1ന്റെ 5ാമത്തെ ചാപ്റ്റർ, ജുഡീഷ്യറി +1ന്റെ 6ാമത്തെ ചാപ്റ്റർ, ഇതുകൂടി പഠിച്ചു വയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്കാണ്. നമ്മൾ പോകുന്നത് ഇന്ത്യ പുതുയുഗത്തിലേക്കാണ്. ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 7ാം ക്ലാസ്സിന്റെ 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൽ നമുക്ക് വളരെ കുറച്ച് ഫാക്ട് മാത്രമാണ് അതിലേക്ക് വരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു രാജാറാം മോഹൻ റോയിയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊന്നും പഠിക്കേണ്ടതായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ മേഖലകളൊക്കെ തന്നെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ചാപ്റ്റർ ആണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഗാന്ധിജി നമുക്ക് നേരിട്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, 7ാം ക്ലാസ്സിന്റെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇനി അടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 10ാം ക്ലാസ്സിന്റെ 7ാമത്തെ ചാപ്റ്റർ ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ
7ാം ക്ലാസ്സിന്റെ 9ാമത്തെ ചാപ്റ്റർ ആണ് സമരവും സ്വാതന്ത്ര്യവും. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. സമരവും സ്വാതന്ത്ര്യം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ബേസിക് ആയിട്ട് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് റാങ്ക് ഫയൽ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടാം. അതിനപ്പുറത്തേക്ക് കുറെ അധികം ഫാക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചാപ്റ്റർ ആണ് +2ന്റെ 12ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്ന മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെയൊക്കെ ഓർഡർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ SCERT ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരിശോധിച്ച് ക്ലാസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് SCERT ക്ലാസ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അത് ഓർക്കുക, മഹാത്മാഗാന്ധി ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ അറിവുകളൊക്കെ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ ബേസ് ചെയ്തിട്ടുണ്ട്. +2 12ാം ക്ലാസ്സിന്റെ 12ാമത്തെ യൂണിറ്റും അണ്ടർസ്റ്റാൻഡിങ് പാർട്ടീഷൻ, വിഭജനം. അപ്പൊ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമ്മുടെ സിലബസിൽ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ 12ാം ക്ലാസ്സിന്റെ +2ന്റെ 13ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വേൾഡ് ഹിസ്റ്ററി എന്നാണ് നമുക്ക് സിലബസ് തന്നിട്ടുള്ളത്. ഈ വേൾഡ് ഹിസ്റ്ററി നമുക്ക് സിവിലൈസേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് നദീതട സംസ്കാരങ്ങളെ കുറിച്ചാണ് വിവരിക്കുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട നദീതട സംസ്കാരങ്ങൾ എല്ലാം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിന്റെ ഹിസ്റ്ററിയുടെ 2ാമത്തെ യൂണിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ബേസിക് ആയിട്ടുള്ള എല്ലാ പോയിന്റും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാം. ഇനി അടുത്തത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് അധികമായ ചോദ്യങ്ങൾ നമ്മുടേക്ക് വരാതിരിക്കില്ല. നമ്മുടെ സിവിലൈസേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ചോദ്യം നിർമ്മിക്കുന്ന വ്യക്തിക്കും അത് വളരെ പ്രിയപ്പെട്ട ഒരു ടോപ്പിക് ആയിരിക്കും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അധിക വായനയ്ക്ക് വേണ്ടി നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ പൂർണ്ണമായ അർത്ഥം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഫാക്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബ്രിക്സ്, ബീഡ്സ്, ബോൺസ്, ഹാരപ്പൻ സിവിലൈസേഷൻ. +2ന്റെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ കൂടിയാണ്. അത്യാവശ്യം എല്ലാ പോയിന്റും ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്റർ ആണ് +2ന്റെ 1ാമത്തെ ചാപ്റ്റർ ബ്രിക്സ്, ബീഡ്സ്, ബോൺസ്, ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി അടുത്ത കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ കൂടിയുണ്ട് കേരള ഹിസ്റ്ററി. അതിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ, അതായത് കേരളം ആധുനികതയിലേക്ക് 10ാം ക്ലാസ്സിന്റെ 8ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് കുറെ അധികം ഫാക്ട്, നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാം. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇത്രയും ചാപ്റ്റർ +2ന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിലെ 2ാമത്തെ ചാപ്റ്റർ നമുക്ക് ആ വരുന്ന ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. +2 കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 2ാമത്തെ, അതായത് നിങ്ങൾ സമഗ്ര ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സമഗ്രയിലേ കിട്ടത്തുള്ളൂ. NCERTക്ക് കേരള ഹിസ്റ്ററി പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സമഗ്ര ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേരള ഹിസ്റ്ററി 2ാമത്തെ യൂണിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിയാലോ, നമുക്ക് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത് പഠിക്കാൻ കഴിയുന്നതുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ സയൻസിൽ സിലബസിൽ പ്രധാനപ്പെട്ട മേഖലകളായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് മാത്സും സയൻസും ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ള രീതി അതും കൂടെ ഒന്ന് കമന്റ് ചെയ്താൽ അതനുസരിച്ചുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.